എന്തൊക്കെ ദുരിതങ്ങൾ ഭരണകൂടം സമ്മാനിച്ചാലും ഓണം നമുക്ക് പ്രിയപ്പെട്ടതാണ്, അത് ആഘോഷിച്ചേ മതിയാകൂ. ഇന്ന് തിരുവോണത്തിൻ്റെ വരവറിയിക്കുന്ന ഉത്രാടമാണ്. നാടും നഗരവും ഒക്കെ ഉത്രാടപ്പാച്ചിലാണ്. ഓണത്തെ വരവേൽക്കാൻ വേണ്ടതെല്ലാം ഒരുക്കുന്ന അവസാനവട്ട തിരക്കിലാണ് മലയാളികൾ. എന്നാൽ ഇത്തവണ ഓണത്തിന് സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന വിലക്കയറ്റം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അരി മുതൽ പച്ചക്കറി വരെ അവശ്യ സാധനങ്ങൾക്കൊക്കെ പൊള്ളുന്ന വിലയാണ്. വിപണിയിൽ ഇടപെട്ടത് പിടിച്ചു നിർത്താൻ ഒരു ഉത്സവകാലത്ത് സാധാരണഗതിയിൽ നടത്താറുള്ളത് പോലെ ഒരു ശ്രമവും ഈ സർക്കാർ നടത്തുന്നില്ല. മുൻ ഓണത്തെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ നാട് മുഴുവൻ പറയുന്നതും ആ വാക്കുകളാണ്. ഇപ്പോൾ ഇതാ കൊച്ചിയിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുകയാണ്. അമൽനാഥ്, എന്താണ് ഇന്ന് ഉത്രാടപ്പാച്ചിലിലെ കൊച്ചി? അജിംഷാദ്, വലിയ തിരക്കിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ബ്രോഡ്വേയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രാവിലെ ചെറിയ ഒരു മഴയുടെ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ മഴയുടെ ഒരു ആശങ്ക ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആ ഓണം കളറാക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മഴയൊക്കെ നിലവിൽ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇനി ഉച്ചയോടുകൂടി കൂടുതൽ തിരക്കുണ്ടാകുമെന്നാണ് നമ്മുടെ കച്ചവടക്കാരൊക്കെ തന്നെയും സംസാരിക്കുന്നത്. ആളുകളൊക്കെ നിലവിൽ ഇപ്പോൾ വന്നു തുടങ്ങി, അല്ലെങ്കിൽ ആ തിരക്ക് വർദ്ധിച്ചു എന്നേ പറയാൻ വേണ്ടി സാധിക്കൂ. കാരണം ഞാൻ സൂചിപ്പിച്ചു, രാവിലെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് ഇറങ്ങുവാൻ ചെറിയൊരു മടി രാവിലെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത് ഒരു കൈയൊടിഞ്ഞ ഒരു ചേട്ടൻ നിൽക്കുന്നു. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ആ ചേട്ടന്. മഴ മാത്രമല്ലല്ലോ, ദുരിതം പെയ്ത്താണല്ലോ നാട്ടിൽ ഓണത്തിന്. സാറേ, ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും. ഇപ്പോൾ ഉപ്പേരി മേടിക്കണം, ഇഞ്ചമ്പുളി മേടിക്കണം, ഇതൊക്കെ കിറ്റാണ് സാറേ. ഇത്തവണത്തെ ഓണം എങ്ങനെയാ? ഓണം തകർക്കണം. ഞാൻ ബൈക്ക് അത് നോക്കണ്ട, ഓണം തകർക്കണം. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിയോ? മേടിക്കണം. 2000 രൂപ കിറ്റ് വരുന്നുണ്ട്. 2000 രൂപ കിറ്റ് സപ്പോസ് അറിയാലോ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ബാക്കിയെല്ലാ സാധനങ്ങളും പച്ചക്കറി അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം മേടിക്കണം. കൂടി വന്ന എന്തായാലും പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെടുക്കണം. ഇന്നിന് നല്ല തിരക്കാണ്. സാധനങ്ങളുടെ വില ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ എല്ലാവർക്കും നല്ല തിരക്കാണ്. ശരി സാറേ. ഇപ്പോൾ വില ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വില ഭയങ്കര വില കൂടുതലാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇതൊന്നും വരില്ല എന്ന് പറഞ്ഞു കേട്ടു, എനിക്കറിയില്ല. ഇന്ന് സദ്യ കൂടണം, എൻ്റെ അച്ഛനമ്മയും എല്ലാവരുമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം നാളത്തെ ദിവസം. അപ്പോൾ ഈ വിലക്കയറ്റം ബാധിച്ചിട്ടുണ്ടല്ലേ? വലിയ പ്രയാസമാണ്. തീർച്ചയായിട്ടും. ചിക്കനൊക്കെ ഭയങ്കര ഇപ്പോൾ കുറഞ്ഞു. പച്ചക്കറിക്ക് മൊത്തം വില കൂടില്ല. 39 രൂപ സവോളയ്ക്ക്, 39 രൂപ 40 രൂപ വേണമെന്നുണ്ട്. 10 രൂപ 20 രൂപ ഉണ്ടായിരുന്നുള്ള സവോളന് 40-49 വിൽക്കണത്. ഇതിപ്പോൾ എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു തന്നെ എന്നോട്. ഞാൻ ഭാര്യനെ വിളിച്ചപ്പോൾ 40 രൂപ വേണം 1 കിലോ സവോളയ്ക്ക്. ചോദിച്ചോക്കിയോ, സവോള മറ്റേ സാമ്പാർ കിറ്റില്ലേ 100 രൂപ. 50 രൂപ ഉണ്ടായിരുന്ന സാധനം 100 രൂപ. അപ്പോൾ ഞങ്ങളെങ്ങനെ ചെയ്യും? ഞങ്ങളൊക്കെ പാവങ്ങളാ, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് വിലക്കയറ്റം വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം. ഇനിയിപ്പോൾ എങ്ങനെ ഓണം? അപ്പോൾ എന്താ പറയുക, പണ്ടത്തെ കാലത്ത് കാരണന്മാർ, എനിക്ക് 59 വയസ്സായി, കാരണന്മാർ പറയും കാണം വിറ്റിട്ട് ഓണം ഉണ്ടെന്ന് പറയും. അപ്പോൾ അവർ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്, 2000 രൂപയ്ക്ക് ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈക്കോലോ എന്തോ അതെന്തെങ്കിലും ബ്ലോക്ക് എനിക്കറിയാം, ഞാൻ പോയിട്ടില്ല. എന്തായാലും അമൽനാഥ് പാടിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിലക്കയറ്റം തന്നെയാണ്. വലിയ ദുരിതമാണ് നാടിനാകെ സമ്മാനിക്കുന്നത്. ഇപ്പോൾ മഴയുടെ ഒരു ചെറിയ പ്രശ്നം രാവിലെ പറഞ്ഞു, അത് മാത്രമല്ല ഇത്തരത്തിൽ കീശ കാലിയാകും. പക്ഷേ കീശ കാലിയായാലും ഓണം പ്രിയപ്പെട്ടതാണല്ലോ നമുക്ക് എന്നുള്ളതാണ് ആഘോഷത്തിമിറപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് കാരണം. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഓണവും ഇത്തവണത്തെ ഓണവും താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ വളരെ വറുതിയുടെ ഓണമാണ്. കാരണം വലിയ വിലക്കയറ്റം തന്നെ. അജിംഷാ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ വിലക്കയറ്റം ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നും എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അതായത് ഇരട്ടിയോളം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പച്ചക്കറിക്കാണെങ്കിലും ഇപ്പോൾ മറ്റ് ഇനങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അരിക്കാണെങ്കിലും നേന്ത്രപ്പഴത്തിനാണെങ്കിലും പഞ്ചസാരക്കാണെങ്കിലും, അതായത് പായസമൊന്നും ഇല്ലാതെ നമുക്ക് ഓണസദ്യ ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ നിലവിൽ പഞ്ചസാരയുടെ ഒക്കെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ പ്രയാസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചേട്ടാ, സാധനങ്ങളൊക്കെ വാങ്ങിയോ? എങ്ങനെയുണ്ട് വില? എങ്ങനെയുണ്ട് വില
ഇപ്പോൾ ഓണയുടെ ആയിരിക്കും ഭയങ്കര കത്തിയാണ്. എങ്കിലും പിന്നെ വാങ്ങിക്കാതിരിക്കുന്ന നിവൃത്തിയില്ലല്ലോ. വേറെ വഴിയില്ല. വേറെ ഓണം അവർക്കും കിട്ടണമല്ലോ കാശ് കുറച്ച്. അവരും കച്ചവടം നടത്തണല്ലേ, അപ്പം നടത്താൻ നോക്കിയിരിക്കുകയാണ്. പക്ഷേ എല്ലാ ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. പച്ചക്കറി ആണെങ്കിലും അരി ആണെങ്കിലും എല്ലാത്തിനും വില കൂടുതലാണ്. പിന്നെ ഓണമാകുമ്പോൾ പിന്നെ അവർക്കും കുറച്ച് കച്ചവടം നടക്കണം. ഇപ്പോൾ മഴ സീസണൊക്കെ കയറും കച്ചവടം കുറച്ച് നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് അവരോട് സഹകരിക്കാം. ഓക്കെ. ഈ കഴിഞ്ഞ വർഷമൊക്കെ സർക്കാരിൻ്റെ ഇടപെടൽ, വിപണിയിൽ സർക്കാർ ഇടപെട്ട് വില നിയന്ത്രണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ല എന്നൊരു വിമർശനമുണ്ട്. ഒരു പ്രശ്നം സാധനങ്ങളൊക്കെ ധാരാളം കിട്ടാനുണ്ട്. അതുകൊണ്ട് അത്ര തോന്നുന്നില്ല, കഴിഞ്ഞ വർഷം തോന്നുന്നില്ല. ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങിയോ? മേടിച്ചോണ്ടിരിക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? വില കൂടുതലാണ്. കൂടുതലാണ്. അപ്പോൾ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ മേടിച്ചോണ്ട് പോകാം, അത്രേ ഉള്ളു. കൊണ്ടുവന്ന് നമുക്ക് സാധനം മേടിച്ചോണ്ട് പോകാം, അത്രേ ഉള്ളു. ചേട്ടാ എങ്ങനെയുണ്ട് വില? വില പൊതുവെ കുറവാണ്. വലിയ കുഴപ്പമില്ല. എല്ലാവരും കൂടുതലാണെന്നാണ് പറയുന്നത്. ഇല്ല, വലിയ ഇതില്ല, കാര്യമായിട്ടുള്ള കൂടുതൽ. സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങൾ കുറേയൊക്കെ വാങ്ങി. ഓണം എന്തായാലും കളറാക്കാൻ തന്നെ. കളറാക്കാം, നമുക്ക് ഓണം പേപ്പറാക്കി എടുക്കാം. മഴ ഒന്ന് മാറിയെന്നാൽ മതി. മഴ ചിലൊരു ആശങ്ക ഉണ്ടാക്കി. അതുണ്ടായി. ഓക്കെ, ശരി. അങ്ങനെ വിലക്കയറ്റത്തിന്റെ ശരി അമൽനാഥ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി. വാങ്ങി. എന്നാലും പച്ചക്കറിക്ക് ഇത്തിരി വില കൂടുതലാണ് ചിലതിനൊക്കെ. കുഴപ്പമില്ല, കൂടിയിട്ടുണ്ട്. ചിലതിനൊന്നും കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മഴ വരുമ്പോൾ പ്രശ്നമുണ്ട്. ഇവർക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തിരക്കിപ്പോ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. രാവിലെ മഴയായതുകൊണ്ട് ഇപ്പൊ തിരക്ക് തുടങ്ങി. ഇനിയിപ്പോ തിരക്ക് കൂടും, ഭയങ്കര തിരക്കായിരിക്കും. രാത്രി ആകുമ്പോൾ ഏകദേശം നല്ല രാത്രി 1 മണിവരെയൊക്കെ എല്ലാ സാധനങ്ങളും തുറന്ന് പ്രവർത്തിക്കും. തീർച്ചയായും ഇപ്പോൾ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ വിലക്കയറ്റം ചില ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി തിരക്ക് അങ്ങോട്ട് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ സമയങ്ങളിലൊന്നും തന്നെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ അല്പം ഒന്ന് മടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ആകാശം തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് തിരക്ക് വർദ്ധിക്കും. ഇപ്പോൾ പച്ചക്കറി കടകളാണെങ്കിലും മറ്റ് കടകളാണെങ്കിലും ഒപ്പം തന്നെ തുണിഷോപ്പുകളൊക്കെ ആണെങ്കിൽ തന്നെ ഇനി വലിയ തിരക്കായിരിക്കും. അത്തരത്തിൽ ഓണം എല്ലാ ആഘോഷത്തിലും കൊച്ചി വലിയ രീതിയിലാണ് വരവേൽക്കുന്നത്. ഓണത്തെയും വലിയ രീതിയിൽ തന്നെ കൊച്ചി വരവേൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിലെ എല്ലാവരും ഓണം വലിയ രീതിയിൽ സമൃദ്ധമായി ആഘോഷിക്കും, വേറെ ഗതിയില്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും വിലക്കയറ്റം അതൊരു വിസ്മയമായി തന്നെ തൊട്ടറിയുകയാണ് ഈ തവണത്തെ ഓണം. നാട് മുഴുവൻ പറയുന്നു വലിയ വിലക്കയറ്റം, വലിയ വില, എല്ലാത്തിനും തീ പൊള്ളുന്ന വില. അമൽനാഥ് പാടിച്ചാലാണ് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം കൊച്ചിയിൽ നിന്നും നൽകിയത്.